പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആരാധനക്രമത്തിൽ നമ്മൾ ദനഹാകാലത്തിലേക്ക് പ്രവേശിച്ചു. പിറവിക്കാലം കഴിഞ്ഞ് ദനഹായുടെ രണ്ടാമത്തെ ഞായറാഴ്ച എന്നാണ് ഈ ഞായറാഴ്ച കണക്കാക്കുക. ദനഹ എന്താണെന്നറിയാമല്ലോ. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരിക്കുക, പ്രകാശിക്കുക എന്ന് പ്രഘോഷിക്കപ്പെടുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. വളരെ വ്യക്തമാണ് എന്താണ് ഈശോ മിശിഹായുടെ വ്യക്തിത്വത്തെ പ്രഘോഷിക്കുന്ന കാലഘട്ടം. ഈശോ മിശിഹായുടെ വ്യക്തിത്വം എന്താണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് യോർദാനിൽ വെച്ച് ദൈവദാസ് സാക്ഷ്യം വഹിച്ചു. അതാണ് അതിൻ്റെ ക്ലൈമാക്സ്. പിന്നീട് താബോർ മലയിൽ വെച്ച് തന്നെ രൂപാന്തരപ്പെട്ടു. ആരാണ് എന്ന് വെളിവാക്കി 3 പേരെ കൊണ്ടുപോയി. അവിടെ തന്നെ കേട്ടുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ദനഹായിൽ ഈശോയുടെ വ്യക്തിത്വത്തെ കേന്ദ്രീകരിക്കുമ്പോൾ ദനഹാക്കാലം മുഴുവൻ അതിനനുസൃതമായ വായനകളാണ് നമുക്ക് കടന്നു വരിക. ഓൾഡ് ടെസ്റ്റമെൻ്റ് ആയാലും ന്യൂ ടെസ്റ്റമെൻ്റ് ആയാലും അതിലേക്ക് ചോദ്യം നിൽക്കുന്ന വായനകളാണ് എപ്പോഴും കടന്നു വരിക. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ദനഹാക്കാലം കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പ്രകടമായ അനുസ്മരണവും അനുഭവവുമാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് ഈ വ്യക്തിത്വത്തിന് സാക്ഷ്യം വഹിച്ച വ്യക്തികളുടെ തിരുനാളുകളാണ്. അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച, കടന്നു പോകുന്ന വെള്ളിയാഴ്ച സ്നാപകയോഹന്നാൻ്റെ തിരുനാളായിട്ട് ആചരിച്ചത് അതുകൊണ്ടാണ്. ദനഹാകാലത്തിൻ്റെ വെള്ളിയാഴ്ചകളിലൂടെ ഇങ്ങനെ വിശുദ്ധരായ സാക്ഷികളുടെ അത് ആ ഓർമ്മ അനുസ്മരിച്ചിട്ട് അവസാനം നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ വെള്ളിയാഴ്ച നമ്മൾ സർവ്വ മരിച്ചവരെ അനുസ്മരിക്കും. നമ്മുടെ ആരാധനക്രമത്തിൻ്റെ ക്രമീകരണം അത്ര ഭംഗിയായിരിക്കും. വാസ്തവത്തിൽ വിശ്വാസം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ആരാധനക്രമത്തിൻ്റെ ഉൾഭാഗത്തെ അതിൻ്റെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാമെങ്കിൽ അതിൻ്റെ ആ ജീവൻ നമ്മിലേക്ക് കടന്നു വരും. ഈശോ മിശിഹായുടെ വരവിന് കാത്തിരുന്ന മംഗളവാർത്തക്കാലം, ഈശോ പിറന്നു കഴിഞ്ഞിരിക്കുന്ന പിറവിക്കാലം, അത് നമ്മളങ്ങനെ ഈശോയുടെ കൂടെ നടക്കാൻ പോവാം. അതാണ് ദനഹാകാലം എന്ന് പറയും. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്നേ സംശയമില്ലാതെ. അവിടുന്ന് അന്ന് ഇന്ന് എന്നും ഒരാൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ ആരാണ് എന്ന് കർത്താവ് തന്നെ ചോദിച്ചില്ലേ. അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നത് ഇനി ആ വായനകളൊക്കെ കടന്നു വരും. എങ്കിലും ശരി, ആ ഒരു ഓർമ്മ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദനഹാകാലത്ത് നമ്മൾ ഈശോയുടെ കൂടെ നടക്കുക, പരസ്യത്തിൽ നടക്കുക. അത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാധനക്രമത്തിന് കുറേ കൂടി സജീവത്വമുണ്ട്. നമ്മുടെ ആരാധനക്രമം എന്ന് പറയുന്നത് ഈ ഒരു ചടങ്ങായിട്ട് കാണരുത്. എല്ലാ മതങ്ങൾക്കും ചടങ്ങുകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. നമുക്കുമുണ്ട്, നമുക്ക് കൂടുതലേ ഉള്ളൂ. അതോട് ചേർന്ന് പോകുന്ന കുറേ വേറെ ഒരുപാട് ഭക്തകൃത്യങ്ങളുണ്ട്. ഇതൊക്കെ വെക്കുമ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ സ്ഥായിയായ കാര്യം ഈശോയുടെ വ്യക്തിത്വമാണ്. അത് രക്ഷയുടെ അനുഭവമാണ്, താഴെ വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് ജീസസാണ്, ഈശോയുടെ വ്യക്തിത്വമാണ്. അവിടുന്ന് ആരാണ്? അവിടെ വളരെ കൃത്യമായിട്ട് അവിടുന്ന് ആരാ? മിശിഹായാണ്. അവിടുന്ന് ദൈവപുത്രനാണ്, അവിടുന്ന് കർത്താവാണ്. എന്നിട്ട് ആ മിശിഹായിൽ ദൈവപിതാവ് നിർവഹിച്ച രക്ഷണീയ കർമ്മം എന്താണ്? പീഡാനുഭവവും മരണോത്ഥാനവും. ഇതാണ് വിശ്വാസത്തിൻ്റെ സത്ത എന്ന് പറയും. പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു? ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞാൽ എന്തിരിക്കുക? ഹീസ് വിത്ത് അസ്, നമ്മുടെ കൂടെയാണ്. പിന്നെ എന്താ? നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അതിനുവേണ്ടി വീണ്ടും വരും. ആൻഡ് ജീസസ് വിൽ കം ഫോർ സെക്കൻഡ് ടൈം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് സമഗ്രത മനസ്സിലായി. അത് കഴിഞ്ഞ് ബാക്കി ഭക്തകൃത്യങ്ങളും വിശുദ്ധന്മാരും ഇതുമൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ സ്വീകരിക്കാമെന്നുള്ളതല്ലാതെ അതിനകത്തൊന്നും ആർക്കും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നിർബന്ധമുള്ള കാര്യം ഇതാണ്: ഈശോയെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 9-16 മോശയെ വിളിക്കുന്ന കാര്യമാണ്. അവിടെ തൊട്ട് തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമാണ് എന്താണ് മോശ. നമുക്കറിയാം മോശയെ വിളിച്ച എപ്പോഴാണ്. മോശയുടെ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ 40 വയസ്സുള്ള ഘട്ടങ്ങൾ രാജകൊട്ടാരത്തിലാണ്. ദൈവത്തിൻ്റെ പദ്ധതി കണ്ടോ? വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു. അവിടെ വിജ്ഞാനം കിട്ടി, രാജകീയമായുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു, രാജ്യതന്ത്രജ്ഞത പഠിച്ചു. അതിന് ശേഷം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കി ദൈവപരിപാലനെ അവിടുന്ന് പോകേണ്ടി വന്നു. മരുഭൂമിയിലേക്കാണ് പോകേണ്ടി വന്നു. ഒന്നും ഇല്ലാത്തടത്തേക്ക് പോകേണ്ടി വന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ആടിനെ നോക്കേണ്ടി വന്നു. അവിടെ പ്രവാസി എന്ന് പറഞ്ഞ പേര് തന്നെ പുത്രന് കൊടുക്കേണ്ടി വന്നു, വിപ്രവാസി എന്ന അർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള അവസരത്തിലാണ് ഈശോ വിളിക്കുന്നത്.
ആ വിളി എന്ത് മനോഹരമായിരിക്കും. നീ അവിടെ നിന്ന് മാറി നിൽക്കുക, കാരണം നിൻ്റെ കാലിലെ ചെരുപ്പെടുത്തി മാറ്റുക, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അത് വിളിക്കുന്നവനാരാണ്? പരിശുദ്ധിയുടെ പരിശുദ്ധിയാണ്. അതുകൊണ്ട് യു മസ്റ്റ് ബി കെയർഫുൾ. അപ്പം നീ ആരാകുന്നു എന്ന് ചോദിക്കുക. അന്നേരമാണ് പറയുക അയംഭവം ആകുന്നവനാകുന്നു ഞാൻ എന്ന് പറയുന്നതിന് ശേഷം അനുഭവത്തെ കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തിന് നിലവിൽ എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു, നീ അവരെ പോകണം മോചിപ്പിക്കണം എന്ന് പറയുന്ന കാര്യമാണ് പിന്നീട് കടന്നു വരുന്നത്. വാസ്തവത്തിൽ അത് എങ്ങോട്ട് നിൽക്കുന്ന ഇതിന് ഇന്നത്തെ സുവിശേഷത്തിൽ വരുന്നു ഞാൻ തന്നെ എന്ന് ഈശോ പറയുമ്പം എൻ്റെ കണക്ഷൻ കണ്ടോ, ഞാൻ തന്നെ എന്ന്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭക്തകൃത്യങ്ങളിലൊക്കെ കുറച്ചുകൂടിയൊക്കെ നമുക്ക് സ്ഥായിയായിട്ടുള്ള രൂപഭാവം മാറ്റം വരുത്തേണ്ടതാണ്. ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റും ഭക്തകൃത്യങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ കർത്താവിൻ്റെ കേന്ദ്രബിന്ദുവിൽ നിന്ന് ഈശോയുടെ വ്യക്തിത്വത്തിൽ നിന്ന് അകന്നു മാറിയ പ്രാർത്ഥനയെങ്കിൽ അത് അന്ധവിശ്വാസമാണ്, അത് ക്രൈസ്തവികതയല്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തേണ്ടതാണ്. ഹൗ ഫാർ ഇറ്റ് ഈസ് ക്ലോസ് ടു ദ പേഴ്സൺ ഓഫ് ജീസസ്. ഈശോയുടെ വ്യക്തിയുടെ നേരെ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്, അത് വെച്ചാണ് വിലയിരുത്തേണ്ടത്. നമ്മുടെ ഭക്തകൃത്യങ്ങളൊക്കെ അതിന് അർത്ഥമുണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷേ അതിന് ഈശോയ്ക്ക് മുകളിലാകാൻ പാടില്ല, അമ്മയെ പോലും അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ടല്ലേ വാർപ്പാപ്പ പറഞ്ഞ ഈയിടെ എന്താ പറഞ്ഞത്, വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, സഹരക്ഷക എന്ന ഒരു പദവി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു രക്ഷകനേ ഉള്ളൂ. നടപടി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് എന്താണ്? ആകാശത്തിന് കീഴെ മറ്റൊരുവരിൽ രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന വചനം നമ്മുടെ ഉള്ളിൽ പേറേണ്ടതല്ലേ? മറ്റൊരു നാമിക്കപ്പെട്ടില്ല. അതുകൊണ്ട് സഹരക്ഷക എന്ന് പറയുന്ന ഒരു നാമധേയം അമ്മയ്ക്ക് കൊടുക്കേണ്ട എന്ന പാപ്പ പറയാൻ. അമ്മയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അമ്മ കന്യകയാണ്, അമ്മ സ്വർഗാരോപിതയാണ്, അമ്മ അമലോത്ഭവയാണ്, അമ്മ ദൈവമാതാവാണ്. ഇത് സംശയമൊന്നുമില്ല. അതിനകത്ത് അമ്മയോടുള്ള അടുപ്പത്തിനൊന്നും കുറവ് വരുന്നില്ല. പക്ഷേ രക്ഷകൻ ഒരേ ഒരാൾ, മധ്യസ്ഥൻ ഒരേ ഒരാൾ. അതുകൊണ്ട് നമ്മൾ ഈ ദനകാലത്തിന് മുഴുവൻ ആ ധ്യാനചിന്തകളിലും വ്യത്യസ്തമായ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയെ ഒന്ന് തിരിച്ചിട്ട് കർത്താവിലേക്ക് ഇവിടെ നമ്മുടെ കൂടെ ആരാ ഉള്ളത്? എവിടെ പോയാലും നീ നദിയിലൂടെ പുഴയിലൂടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്, നീ എപ്പോഴാ അഗ്നിയുടെ നാളങ്ങളിൽ കൂടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ആ കൂടെയുണ്ട് എന്ന് പറയുന്ന ഇമ്മാനുവൽ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വായനകൾ സഹായിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ വായന നോക്കിയാലേ, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു, ഈജിപ്തുകാർ അവരെ എപ്രകാരം പീഡിപ്പിക്കുന്നു ഞാൻ കണ്ടു. കർത്താവ് കാണുന്നയാളാണ്. നമ്മുടെ ആൾ ധരിക്കുന്ന പോലെ നമ്മളെ ഇവിടെ പീഡനത്തിലിട്ട് വിഷമിപ്പിക്കുമ്പോഴും രോഗമാകുമ്പോഴും ഒക്കെ കണ്ടമാനം നമ്മളെ അങ്ങോട്ട് തള്ളിക്കളയുന്ന, കണ്ടില്ല എന്നടിക്കുന്ന ആളല്ല. നമ്മുടെ ഈയിടെ മരിച്ചുപോയ നല്ല ഒരു സിനിമാ നടനുണ്ടല്ലോ, ശ്രീനിവാസൻ. അത് ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം തമാശക്ക് പറഞ്ഞെങ്കിലും അജ്ഞേയവാദി എന്നുള്ളതല്ലാതെ നിരീക്ഷണമൊന്നുമില്ല. അപ്പം പച്ചയ്ക്ക് പറഞ്ഞു, ഞാനൊരു നിരീക്ഷണവാദി, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നാ കാരണം, ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രപഞ്ചം തെറ്റിച്ച് വെക്കും. മനുഷ്യനെന്നൊരു കണ്ണീരും ദുഃഖവും കണ്ണീരും ഒക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല, നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ പ്രഘോഷിക്കുന്ന ദൈവം നമ്മുടെ ക്ലേശങ്ങൾ കാണുന്നവനാണ്. ഇത് നമ്മൾ പഠിപ്പിക്കാനായിട്ടുള്ള ജനം ഇങ്ങനെ തെറ്റിപ്പോകുന്നത്. നമ്മൾ വിശ്വസിക്കുന്നവരും പഠിച്ചവരും ഇത് വചനം പ്രഘോഷിച്ച് കൊടുത്തില്ല. നിൻ്റെ ദൈവം നിൻ്റെ കണ്ണീരിനെ കാണുന്നവനാണ്. നിൻ്റെ ദൈവം അറിയാതെ നിനക്ക് കണ്ണീരുണ്ടാവില്ല. നിനക്ക് കണ്ണീരുണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതികൾ നിന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിന് കൂടെയാക്കാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ ബലഹീനതയെ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സത്യം നമ്മൾ പഠിപ്പിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഇവിടെ പറയുന്നത് കേട്ടില്ലേ, ഇസ്രായേൽ ജനത്തിൻ്റെ, എൻ്റെ ജനത്തിനെന്നാണ് പറഞ്ഞിരിക്കുക. ആരെക്കുറിച്ചാണ് പറഞ്ഞ? അടിമകളാണ്. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കും. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. എൻ്റെ ജനം, അതാ എൻ്റെതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്കുണ്ടായ സംഗതി, ഒരു അമൂർത്ത സത്വമായിട്ട് ദൈവത്തെ കാണരുത്, അത് അകന്നിരിക്കുന്ന ആളായിട്ട് കാണരുത്. അതുപോലെ തന്നെ നമ്മൾ ആ പേടിപ്പിക്കാനിരിക്കുന്ന, എന്തെങ്കിലും ഭയപ്പെടാനിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ടിട്ട് ശിക്ഷിക്കാനിരിക്കുന്ന ആളായിട്ടും കാണരുത്. ദൈവനീതിയാണ്, അതേസമയം സ്നേഹമാണ്. തെറ്റും ശിക്ഷയുണ്ടാകുന്നത് ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. എൻ്റെ ഈശോയാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ മാതാവാണ്. ഇതില്ല എങ്കിൽ അവിടെ ആത്മീയതയ്ക്ക് വേരിറങ്ങിയില്ല എന്ന കാര്യം. മോശ ദൈവത്തോട് പറയും, ഫറവോയുടെ അടുക്ക പോകാൻ, ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ കൊണ്ടുവരാൻ ഞാൻ ആരാണ്? അത് സ്വയം ചോദിക്കേണ്ടത്, ഞാൻ ആരാണ്? എന്നെക്കൊണ്ട് തന്നെ പറ്റുമോ? പറ്റില്ല.
നിനക്കൊന്നും പറ്റില്ല. ദൗത്യം ഏത് ഏറ്റെടുത്താലും ഇത് ഓർത്ത് വേണം, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റിപ്പിക്കുന്നവൻ കൂടെ ഉണ്ടാകണം, ആ പ്രധാനപ്പെട്ട അതിലേക്ക് നാം വരികയാണ്. അവിടെ നല്ല ചെയ്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് എത്ര സംഗതിയാണ്, ആലോചിച്ച് നോക്കിയും. ജോഷുവായോട് തന്നെ പറഞ്ഞു, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവിടെ ഉള്ള ഗിദെയോണ് തന്നെ പറഞ്ഞു, ഏശയ്യായുടെ പുസ്തകത്തിൽ അത് തന്നെ 40 അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം വാസ്തവത്തിൽ നമ്മുടെ വേദപുസ്തകത്തിൽ തുടർച്ചയായിട്ട് കിടക്കുന്ന കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. നമ്മൾക്ക് അത് വിശ്വസിക്കേണ്ടതല്ലേ? അപ്പോൾ മോശത്തോട് പറയും, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാർ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അപ്പോൾ ബുദ്ധിമാനായിരുന്നു മോശ. പേരെന്തെന്ന് ചോദിച്ചാൽ പറയണം. അപ്പോൾ നമ്മൾ ഒരാളിനവർക്ക് ചന്തയ്ക്ക് വിട്ടാൽ ചിലപ്പോൾ പണ്ട് ഉതുപ്പാനെ ചന്തയ്ക്ക് വിട്ടെന്ന് പറഞ്ഞ പോലെ നീ ചന്തയ്ക്ക് പോയിക്ക് വാ എന്ന് പറഞ്ഞ അപ്പൻ പറഞ്ഞാൽ അവൻ പോയിട്ട് ഇങ്ങനെ വരും. എന്തിനാ പോയെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെയല്ല മോശ കാര്യം പഠിച്ചിട്ടാണ് പോകുന്നത്, അന്വേഷണം നടത്തിയിട്ടാണ് പോകുന്നത്, സംശയങ്ങൾ നിവാരണം നടത്തിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ദൈവം മോശയുടെ അരുളി ചെയ്തു, ഞാൻ തന്നെ. നമുക്ക് എത്ര മഹാനാ! ഹയ എന്ന പദത്തിൽ നിന്ന് വരുന്നത് ടു ബി എക്സിസ്റ്റ് എന്നുള്ളതാണ്. ഞാനാണ് അസ്തിത്വം. ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് പുറപ്പെട്ട ബാക്കി അസ്തിത്വങ്ങളെല്ലാം ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയാം, ഞാനാകുന്നവൻ എന്നെ നിങ്ങൾ പക്കരെ ആകുന്നവനാണ്. അതുകൊണ്ട് നിലനിൽപ്പെന്ന് പറയുന്നത് ഞാനാണ്. എന്നിലൂടെ എല്ലാം ആർക്കും നിലനിൽപ്പില്ല. ഞാൻ മുന്തിരിപ്പള്ളി, നിങ്ങൾ ശാഖകളുമാണ്. വെട്ടി മാറ്റപ്പെട്ട് കഴിഞ്ഞ് ഉണങ്ങി വരണ്ടു പോകും. എന്നിട്ട് പറയുക, അങ്ങനെ ദൈവം മോശം അരുളി ചെയ്തു, ഞാൻ തന്നെ. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങൾ പിതാക്കന്മാർ ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു. അതെന്താ കാര്യം? അതായത് ഞാനേ ഇപ്പം നിന്നെ നേരിട്ടങ്ങ് വിളിക്കുന്നതേ തുടർച്ചയില്ലാതെയല്ല. ഞാൻ ആദ്യം അബ്രഹാമിനോട് വെളിപ്പെട്ടായിരുന്നു, ഇസ്ഹാക്കിന് വെളിപ്പെട്ടായിരുന്നു, യാക്കോവിന് വെളിപ്പെട്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോവിൻ്റെ ദൈവമാണ് ഞാൻ. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവമായി ഏതെങ്കിലും തരത്തിൽ മിഥ്യാധാരണയല്ല, എന്തോ ഐതിഹ്യമല്ല, ഏതെങ്കിലും തരത്തിൽ സങ്കല്പമല്ല. ഇത് വളരെ കൃത്യമായിട്ട് ചരിത്രത്തിൽ ജീവിച്ച വ്യക്തികളിലൂടെ ഇറങ്ങി വന്ന ദൈവമാണ്. നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കുന്നില്ലേ, അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോവിൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അവരുടെ ദൈവം, നമ്മുടെ അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. അവരിലൂടെ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ. അപ്പം ദൈവം ഇറങ്ങി വന്നു എന്നുള്ള സത്യമാണ്, മനുഷ്യാവതാരം. അപ്പം അങ്ങനെ സർവ്വ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമനേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം അവസാനിക്കും. ഇതിലെ ആദ്യത്തെ വചനം സന്ദേശം നമ്മളെ കൃത്യമായിട്ട് നമ്മൾ കിട്ടിയില്ലേ? അവിടെ ഏറ്റവും വലിയ ശക്തിനം ദൈവത്തിൻ്റെ ശക്തിയിലാത്രയാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ സ്വയം അപര്യാപ്തനാണ്. അത് നമ്മൾ ധരിക്കേണ്ട ഒരു കാര്യം. നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നാം വിചാരിക്കണം, എൻ്റെ കഴിവുകൊണ്ടെല്ലാം നടന്നുകൊള്ളും, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ട്, എൻ്റെ വാഗ്ധോരണയുണ്ട്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് നടന്നുകൊള്ളും വിചാരിച്ചാൽ നീ മണ്ടനാം. നേരെ മറിച്ച് അടിയറ വയ്ക്കണം. നീ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് ചെയ്യും. ഇതെല്ലാം പഠിപ്പിച്ച് ജോഷുവയുടെ 1:5 പറയുന്നു, മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നിന്നെ കൈവിടില്ല, നീ ശക്തനായിരിക്കുക, ധീരനായിരിക്കുക. നിങ്ങൾക്കറിയാമോ ഇസ്രായേലിൻ്റെ പട്ടാളക്കാരുടെ ആത്മവീര്യം എവിടെ നിന്നൊക്കെ വരുന്നത്? ഒരിക്കൽ ഇവർക്ക് എന്തോ തളർച്ച പോലെ തോന്നിയപ്പം നെതന്യാഹു വിളിച്ചു കൂട്ടിയിട്ട് ഒന്നിച്ചണി നിർത്തിയിട്ട് പല പ്രാവശ്യം പലതരത്തിൽ പറയും. ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, കയ്യിൽ തോറ കൈവച്ചുകൊണ്ട് ഈ ഭാഗം വായിച്ച് കേൾപ്പിച്ചു. ജോഷുവയോട് പറയും, എന്താ പറയുന്നത്? നിന്നോട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, കൈവിടില്ല, ശക്തരും ധീരരുമായിരിക്കുക എന്ന്. നോക്കണേ, പട്ടാളം ഉണർന്നില്ലേ? ദൈവവചനം അവർ ഉണർത്തുന്ന നമ്മളെന്ത് പറഞ്ഞാലും ശരി, അവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ഘടകമുണ്ട്. ഒരിക്കലും നമ്മൾ കേട്ടില്ലേ, അവർക്ക് ബൈഡൻ ആദ്യം കൊടുക്കുകയെന്ന് പറയും. കൊടുക്കുകയെന്ന് പറയാൻ പട്ടാളക്കാരെല്ലാം വിളിച്ചു വിട്ടു വലിയ മൈതാനത്താണ്. എന്നിട്ട് എന്ത് ചെയ്തു? കയ്യിൽ തോറ കൈ പിടിച്ചു. 121 സങ്കീർത്തനം ഉറക്കെ ചെല്ലാൻ പറയും. ഞങ്ങളൊക്കെ അവിടെ പഠിച്ചവരായതുകൊണ്ട് കുറച്ച് മോഡേൺ ഹീബ്രു അറിയാം. കുളിര് കോരിയിട്ട് പോയി 120 സങ്കീർത്തനം. എന്താ? ഞങ്ങൾ സഹായത്തിന് ആരുടെ പക്കലേക്ക് പോകും? പർവ്വതങ്ങളിലേക്ക് ഞങ്ങൾ നോക്കി. എന്നിട്ട് എന്നാ പറഞ്ഞ്? ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല, തുള്ളി ചാടുന്ന പട്ടാളക്കാരൻ. ഇതായിരുന്നു ആത്മശക്തി എന്ന് പറയും. അപ്പം അതുതന്നെ അന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അന്നുണ്ടായിരുന്ന മേരിയക്കാർ അവർ ഭയങ്കരമായിട്ട് ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചു. എന്ത് ചെയ്തു? ഒരു തരത്തിലുള്ള കൃഷി ചെയ്താൽ അവർക്ക് കിട്ടില്ല, ഇവരങ്ങ് കൊണ്ടുപോകും. ഇവർ ഭയങ്കരമായ രീതിയിൽ ഇവരെ ചൂഷണം ചെയ്തു. അപ്പോൾ രഹസ്യമായിട്ട് ആരും കാണാതെ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗിദെയോൻ. അപ്പോഴാണ് ദൈവം ഇടപെടുന്നത്. നിൻ്റെ പിതാക്കന്മാർ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോവിൻ്റെ ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞപ്പം
അത് ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇത്രയും കാലഘട്ടമായിട്ട് ഞങ്ങളിങ്ങനെ കേട്ടൊക്കെ ഉണ്ട്, അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങൾ വെളിപ്പെട്ടിരുന്നു, അബ്രഹാം വെളിപ്പെട്ടു, ഇസ്ഹാക്ക് യാക്കോബിന് വെളിപ്പെട്ടു, ഇപ്പം എന്തേ വെളിപാടൊന്നും ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ശക്തമായിട്ട് തിരിച്ച് പറയാം, നീ ധൈര്യമായിരിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഗിദെയോനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവരെ നേരിട്ട് ഒരു വിജയം വരിച്ച ചരിത്രമാണ്. ഏഷ്യാ പുസ്തകത്തിൽ 41 വളരെ മനോഹരമല്ലേ? എന്താ പറയുന്നത്? നീ എതിരെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ നദിയുടെ പോയാലും എൻ്റെ ഓളങ്ങൾ നിന്നെ വിഴുങ്ങയില്ല, നീ അഗ്നിയുടെ ചിറകിൽ കൂടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. അത്ര ഭംഗിയായ രീതിയിലാണ് വചനം വന്ന് വീഴുന്നത്. ഇത് തന്നെയല്ലേ ഈശോ അവസാനം പറഞ്ഞത്? മത്തായി സുവിശേഷത്തിൻ്റെ 28 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 20-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ സന്ദേശം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ കർത്താവ് പൂർണ്ണമായി, അതായത് ആ ദൈവവചനം പൂർണ്ണമാകുന്നത് ഈശോയുടെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പേരിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, യാവേ എന്ന് പറയുന്ന ആ പേര് വാസ്തവത്തിൽ കാലകാലത്തുണ്ട് ഹയ എന്ന് പറയുന്ന ഹീബ്രു ആ പദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തന്നിൽ തന്നെ അസ്തിത്വം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അനുഭവം അറിവിൻ്റെ സമഗ്രതയാണ്. അതുകൊണ്ട് ആ ദൈവം എന്നുള്ള പേര് പറയാനായിട്ട് ഒരു ഭയമായതുകൊണ്ട് അദോണായി എന്ന പേര് പറഞ്ഞിരുന്നു എന്ന് ചരിത്രം പറയുന്നു. യഹൂദര് അദോണായി എന്ന് പറയാം, യാവേ എന്ന് പറയാം. യാവേ എന്ന് പറയാൻ കർത്താവ് എന്ന അർത്ഥമുണ്ട് ഓട്ടോസിമിൽ. അതുകൊണ്ട് ആ നാമമാണ് ഈശോയ്ക്ക് കൊടുത്തത്. എല്ലാ നാമത്തെ ഉപരിയായി അവന് നൽകി എന്ന് പറയുന്ന ആ നാമം ഇതാ, കർത്താവ് എന്ന നാമം. കർത്താവ് എന്ന് പറഞ്ഞാൽ വിധിയാളനാണ്, കർത്താവ് എന്ന കർത്തൃത്വമുള്ളവനാണ്. ഫിലിപ്പിയർക്ക് ലേഖനത്തിന് 2:5-14 വാക്യങ്ങളിൽ പറയുന്നില്ലേ, ദൈവത്തെ സമാനത വഹിക്കാതെ അവൻ തൻ്റെ തന്നെ താഴ്ത്തി മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി കുരിശുമരണത്തോളം താഴ്ത്തി, അതുകൊണ്ട് എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം അവന് നൽകപ്പെട്ടു. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ഈശോ കർത്താവാകുന്നു എന്ന് എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യും. അതാണ് യാവേ. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിലെ യാവയാണ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഈശോയായിട്ട് മാറി എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നിർഭയത്തോടെ നീങ്ങാൻ കഴിയേണ്ട, ഇതാണ് ആദ്യ വായനയുടെ സന്ദേശമെങ്കിൽ. രണ്ടാമത്തെ വായന പ്രഭാഷകന്മാരുടെ പുസ്തകത്തിൽ ഇറങ്ങിയതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം അതിനകത്ത് പറയുന്നത് ഒരു ഗീതമാണ്. നമുക്കറിയാമല്ലോ, പ്രഭാഷകന്മാരൊക്കെ പുസ്തകം എടുത്ത് വായിക്കുമ്പം പ്രാക്ടിക്കൽ അനുദിന ജീവിതത്തിനുള്ള നിർദ്ദേശങ്ങളും വഴിയൊരുക്കലും അവർ ആ പുസ്തകങ്ങളൊക്കെ കാണും. വളരെ ദീർഘമാണ് പ്രഭാഷകന്മാരുടെ പുസ്തകം, തന്നെ സംഗീതത്തിനോട് ചേർന്ന് പോകുന്നതാണ്. സുഭാഷിതങ്ങൾ അതുപോലെ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കാമെങ്കിൽ നല്ലതാണ്. ക്രൈസിസ് വരുമ്പോൾ അതൊക്കെ നമ്മളെ സേവ് ചെയ്യും. ആ മനോഹരമായ, അതായത് വളരെ കൃത്യമായി ജീവിക്കുന്നവൻ കർത്താവിൻ്റെ സന്നിധി ജീവിക്കണമെന്ന് പറയാനുള്ള ശക്തമായ സന്ദേശമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു, കർത്താവ് മാത്രമാണ് നീതിമാൻ. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് മണ്ണാങ്കട്ടയിലൊന്നുമല്ല, വിഗ്രഹങ്ങളിലൊന്നുമല്ല, എന്നേക്കും ജീവിക്കണവനാണ്. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോകുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും സ്തുതിച്ചാലൊന്നും കർത്താവിന് എന്തിനാണ് സ്തുതി? കർത്താവ് സ്തുതി ആവശ്യമില്ല. കർത്താവ് സ്തുതി എന്നെ ഈ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നു പറയുന്നുണ്ടല്ലോ, അതിനകത്തുള്ള തെറ്റ് മനസ്സിലാക്കണം. നമ്മൾ പ്രവർത്തിക്കുന്നതോട് പ്രസാദിക്കാനിരിക്കുന്ന ആളുമില്ല. കർത്താവ് എന്നും പ്രസാദം തന്നെയാണ്. പിന്നെ എവിടെയാണ് നമ്മളിലാ മാറ്റം വരുന്നത്? ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളിലേക്ക് ജീവൻ കടന്നു വരിക. അതുകൊണ്ട് പ്രസാദം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് ആ പ്രസാദം കടന്നു വരുന്നത്. അപ്പം നമ്മളിലാ മാറ്റം, അത് ഈശോയിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അവിടുത്തെ ആ പ്രവർത്തികൾ അത് അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണ്ണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് കഴിയും? അവിടുത്തെ ഭയങ്കരമായ കാരുണ്യത്തെ വർണ്ണിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഇതൊക്കെ എന്തിനാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ദൈവമഹത്വത്തെ മുഴുവനും മാനുഷികമായ ഭാഷയിൽ ആവിഷ്കരിക്കാൻ ഒരു മനുഷ്യനും പറ്റുകയില്ല. അത്ര മഹത്വപൂർണ്ണനാണ് കർത്താവ്. അവ കൂടുകയോ കുറയുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്ക് കഴിയും? മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കും. നമ്മൾ എന്തിയേറെ പഠിച്ചാലും എവിടെ പോയാലും ശരി, ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്ന, ആദിയും അന്തവും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരറ്റത്ത് പോലും എത്തത്തില്ല. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഓർക്കും, വേദപുസ്തകമല്ല എനിക്കറിയാമെന്ന് ആരും പറയരുത് കേട്ടോ. ഞങ്ങളൊക്കെ 6-7 വർഷം ഈ എഴുതപ്പെട്ട ഭാഷയിൽ ഹീബ്രു ടെക്സ്റ്റും ഗ്രീക്ക് ടെക്സ്റ്റും കൈപിടിച്ച് കൊണ്ടു നടന്നതാണ്. 6-7 വർഷം കൊണ്ട് നടന്നിട്ട് ഇപ്പം എന്നാ അറിയാമെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് ഡിക്ഷണറി നോക്കട്ടെ, അറിയത്തില്ല. കർത്താവിൻ്റെ ലിഖിതങ്ങൾ അത് വായിച്ചറിയാൻ മാത്രം നമുക്കൊന്നും കഴിവില്ല. പിന്നെ എന്താ വേണ്ടി? പ്രാർത്ഥനയുടെ ഗ്രന്ഥമാണ് വേദപുസ്തകം.
അറിവിൻ്റേതല്ല. അറിവ് അന്വേഷിച്ച് പോകുന്നതിനൊന്നും കിട്ടത്തില്ല. പ്രാർത്ഥനയുടെ ഗ്രന്ഥമാണ്. കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളു ജ്വലിക്കും. അതല്ലേ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നില്ലേ എമ്മാവൂസിലേക്ക് ആളുകൾ ചോദിച്ചത്. ഹൃദയം ജ്വലിക്കും. ആ ജ്വലനം നമുക്ക് ആവശ്യമായിരിക്കും ഈശോയുടെ സാധ്യത. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുഷ്മാണ്. നിത്യതയോട് തുല്യം ചെയ്താൽ ഇത് ഏതാനും നിമിഷങ്ങൾ മാത്രം സമുദ്രത്തിലെ തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയുമാണ്. എന്നാൽ കണ്ടില്ലേ ആ പഴയ ഘട്ടങ്ങളിൽ സംഗീതം പറഞ്ഞ് ഏറിയാൽ 80 വർഷം, 70 വർഷമൊന്നും മനുഷ്യൻ്റെ ആയുസ് 70, പിന്നെ ഏറിയാൽ 80 എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ 100 എന്ന് പറഞ്ഞു വെച്ചിരിക്കും. ഏറിയ 100 വർഷം. സത്യത്തിൽ നിത്യതയോട് താരതമ്യം ചെയ്യുമ്പോൾ എന്താ ഒന്നുമല്ല. നമ്മൾ ധരിക്കേണ്ടതാണ്. എസ്കറ്റോളജിയിൽ വരേണ്ട ഒരു ചിന്തയാണിത്. നമ്മുടെ ജീവിത യാത്രയിൽ എത്രയുണ്ട് ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങളിൽ എന്നും കേട്ടുകൊണ്ടിരിക്കും. 61 വയസ്സാണ്, പെട്ടെന്ന് ഛർദ്ദിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങോട്ട് ഇൻറ്റൻസീവ് യൂണിറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. ആലോചിച്ച് നോക്കി എന്ത് ക്ഷണികമാണ് നമ്മുടെ ജീവിതം. നമ്മൾ വലിയ ഭാവനയൊക്കെ വെച്ച് ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ച് നമ്മുടെ സ്വപ്നലോകം ഉണ്ടാക്കി വെച്ചിട്ടേ ഒരു നിമിഷം കൊണ്ട് കാറ്റ് ഊതി പോകുന്നതല്ല ഇത്. അതുകൊണ്ടല്ലേ പറയേണ്ടത് ഇത് കർത്താവിൽ ആശ്രയം നിത്യത അവിടുന്നാണ്. അവിടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം സുഗമമായി. അത് നമ്മുടെ മനസ്സിൽ ഭരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അവസാനം എന്തായിരുന്നു? തിക്തം എന്ന് അവിടുന്ന് അറിയിക്കുന്നു. അതാരെ? ദുഷ്ടന്മാരെ. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കും ദൈവം. എന്തുകൊണ്ട്? അതാണ് ഈ ശ്രീനിവാസൻ്റെ ചോദ്യത്തിന് ഉത്തരം. ദൈവം ക്ഷമ കാണിക്കുന്നു എന്നതാണ്. ഈ കുറ്റകൃത്യങ്ങളും ദുഷ്ടന്മാർ പോയത്തിലൂടെ കാണുമ്പോൾ അത് ദൈവത്തിന് ക്ഷമയാണ്. അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ പറ്റുമ്പോഴാണ് ദൈവം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ സഹതാപം അയൽക്കാരാണ്, എന്നാൽ കർത്താവ് സർവ്വജീവജാലങ്ങളോട് ആർദ്രത കാണിക്കുന്നു. നീ എത്ര വരെ കരുണാവത്സനാണെന്ന് പറഞ്ഞാലും ലിമിറ്റഡാണ്. കർത്താവിൻ്റെ കരുണയും എല്ലാത്തോടും ഉള്ളതാണ്. ഇപ്പോൾ അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണം നൽകുന്നു, പ്രബോധനം നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു. തൻ്റെ നീതിവിധികളാൽ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണോടും സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഈ ആർദ്രത എന്ന് പറയുന്നത് അത് പൂർണ്ണത ദൈവത്തിൻ്റേതാണ്, നമ്മുടേതല്ല. അപ്പോൾ അതുകൊണ്ട് കരുണയാണ് ദൈവം. അവിടുന്ന് അനശ്വരനാണ്. അവിടുത്തെ താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ പരിഗണനയേക്കാൾ അത് പരിമിതമാണ്. അതുകൊണ്ട് ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നവനാണ്. അപ്പോൾ അത് എന്തിനാണ് അത് പറഞ്ഞതെന്നറിയാം? അന്ന് അവരെ ഭരിച്ചിരുന്ന പ്രകൃതി ദൈവങ്ങളുണ്ട്. പ്രകൃതിയിൽ എടുത്തുകൊണ്ട് വിഗ്രഹങ്ങളൊക്കെ ദൈവമായിട്ട് ആരാധിച്ചെടുത്താണെന്ന് പറയാം. അങ്ങനെയൊന്നും അല്ല. ഇത് ജീവിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്. അതുകൊണ്ട് 100 വയസ്സിന് മുന്നിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മനുഷ്യർ ആരെ എന്ന ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് 2ാമത്തെ വായനയിലും വന്ന് എത്തി നിൽക്കുന്നത് നീ നിൻ്റെ അസ്തിത്വം കണ്ടെത്തേണ്ടത് ഈശോയിലാണ് എന്നാണ്. ഈശോയിലാണ് നിൻ്റെ അസ്തിത്വം കണ്ടെത്തേണ്ടത്. എങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിന് ശരിയായ ആത്മധൈര്യം ഉണ്ടാവുകയുള്ളൂ. നിൻ്റെ അസ്തിത്വം ഈശോയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മുമ്പോട്ട് പൊക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ വായന വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം ആരാണ് ഈ വെളിപാടിൻ്റെ പുസ്തകം എഴുതിയത്. ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ചരിത്രം നമുക്കറിയാമോ? എന്തുമാത്രം മറ്റ് ശിഷ്യന്മാർക്കൂടെ പീഡിപ്പിക്കപ്പെട്ടു. മറ്റാരെ പോലും കുരിശിൽ തറയ്ക്കപ്പെടുകയോ കഴുത്ത് വെട്ടപ്പെടുകയോ പൗലോസ്ലീഹയെ പോലെ കഴുത്ത് വെട്ടപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് കഠിനമായി പീഡിപ്പിച്ച് തിളച്ച എണ്ണയ്ക്കകത്തുകൊണ്ട് ഇട്ടു, എന്നിട്ടും മരിച്ചില്ല. അതുപോലെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ആളാണ് പിതാവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ യോഹന്നാൻ എന്ന് പറയുന്നയാൾ. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൊണ്ട് ഒരു വനാന്തരത്തിൽ ഒരു ദ്വീപിലേക്ക് കൊണ്ട് വലിച്ചെറിയും. അവിടെയുള്ള പാമ്പും തേളും അവിടെയുള്ള വന്യമൃഗങ്ങൾ തിന്നോട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടതാണ്. ആദ്യഘട്ടങ്ങളിൽ ഇച്ചിരി വിഷമം തോന്നി ഭയങ്കരമായിട്ട്. ഈ ഏകാന്തനായി തൻ്റെ സഭയൊക്കെ വിട്ടിട്ടാണ് 7 സഭകളുടെ അധികാരി അദ്ദേഹം. എഫേസസ് ഉൾപ്പെടെയുള്ള 7 സഭകളുടെ അധികാരി. നമുക്കറിയാം ആ സഭകൾക്ക് 7 സഭകൾ കത്തെന്ന് പറയുന്നതാണ്. ആ 7 സഭകളുടെ അധികാരി ഈ പറയുന്ന യോഹന്നാനായിരുന്നു. ആ കൊണ്ടയിട്ടിട്ട് അവസാനം ഒരു രാത്രി മുഴുവൻ സങ്കടപ്പെട്ട് കരഞ്ഞു കൂവി. അപ്പോഴാണ് ഉറക്കത്തിൽ വെളിപാട് കടന്നു വരിക. അങ്ങനെ വന്ന കാര്യങ്ങൾ എഴുതി വെച്ചതാണ് വെളിപാടിൻ്റെ ഗ്രന്ഥം. അതാണ് അറിഞ്ഞിരിക്കണം. അങ്ങനെ വെളിപാട് ഗ്രന്ഥം എഴുതി വെച്ചപ്പോഴാണ് വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 7 സഭകൾക്കുള്ള കത്താണ്. ഉണർന്നിരിക്കുവാൻ കർത്താവ് വീണ്ടും വരും.
ധൈര്യപ്പെടുവൻ, പേടിക്കേണ്ട. സമ്രാട്ടിനെ ഓർക്കുമ്പോൾ കിടിലും കൊണ്ട് ഭയപ്പെട്ട വിശ്വാസികൾ പറയാൻ ഭയപ്പെടേണ്ട, എന്തിനേയും നേരിടാൻ തയ്യാറായിക്കൊള്ളുവൻ എന്ന് പറയുന്നതാണ്. വെളിപാടിൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ വെറും 4 വാക്യങ്ങളാണ്, 4 തൊട്ട് 8 വരെ. ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ആയിരിക്കുന്നവനും ആവുന്നു അവിടുന്ന് എന്ന് പറയാം. താണ് ഈശോ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നതെന്ന് തുടങ്ങുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ അവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിൽ. ആരാ ദൈവദാന സിംഹാസനം എടുത്ത് നമുക്കറിയാമല്ലോ ആ ചുരുളുകളുടെയൊക്കെ കാര്യം. ഈ ചുരുളുകൾ ആരഴിക്കാന്ന് ചോദിച്ച് ആരും ഇല്ലാണ്ട് വന്നപ്പോൾ യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരുമ്പോൾ സ്വന്തം എന്ന് പറയും, കരയണ്ട, അതെ അത് ചുരുളഴിക്കാൻ കഴിയുള്ള ഇവിടെ ഉണ്ട്, അവന് ഉടനെ വരും. അതാരാ? മരണോത്ഥാനങ്ങളിലൂടെ കയറി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മുതിർന്നവരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം. ഇപ്പോൾ പറഞ്ഞിരുന്നത് കണ്ടില്ലേ ആരാണ് യേശു എന്ന്? ഇപ്പം നമ്മുടെ ആളുകൾ പലപ്പോഴും പ്രത്യേകിച്ച് മതപരിവർത്തനം അതിനെതിരെ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ആ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പ്രലോഭിപ്പിച്ച് ഇങ്ങനെ വിശ്വാസിയാക്കി മതം വളർത്താൻ നടക്കുന്നുള്ള വാസ്തവത്തിൽ അല്ല എന്ന സത്യം ഈ ശത്രുഗണത്തിൽപ്പെട്ട നല്ല മനുഷ്യരെങ്കിലും അറിഞ്ഞിരിക്കണം. ഇവിടെ സുവിശേഷമാണ് പ്രഘോഷിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ വലിയ ആശയങ്ങളൊന്നുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് ദൈവത്തിൻ്റെ പുത്രന് അവിടുത്തെയായി പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തെ അന്ന് വിശ്വസ്ത സാക്ഷിയം തൻ്റെ പിതാവിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് ഉത്ഥാനം ചെയ്ത ആദ്യജാതനം, പിന്നെ എല്ലാ രാജാക്കന്മാരെയും അധിപനം. അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹത്തെ അങ്ങനെ പ്രസംഗിക്കുമ്പോഴേ ചിലരുടെ ഹൃദയങ്ങളിൽ ചെന്ന് തട്ടും. ആ തട്ടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ യേശുവേ 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 എന്ന പ്രതികരണം ഉണ്ടാകും. അങ്ങനെ പ്രതികരണം ഉണ്ടായി കഴിയുമ്പോൾ അവരിൽ ചിലർ യേശുവിൻ്റെ സഭയിൽ അംഗമായി തീരുന്നതിനോട് ഞങ്ങൾക്കെതിരൊന്നുമില്ല, തീരണമെന്നൊരു നിർബന്ധവുമില്ല, നിർബന്ധം ചെയ്യാൻ ആക്കുന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുകൃതമായ കാര്യമാണ്, അവർ മനസ്സാക്ഷിയെ ജീവിക്കാൻ. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപത്തിന് നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തതിന് മഹത്വവും പ്രതാപവും നിന്നേക്കുണ്ടായിരിക്കണം എന്നതാണ് പറഞ്ഞത്. വലിയ വിശ്വാസത്യമാണ് പറഞ്ഞത്. അതായത് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി സ്വന്തം രക്തത്താൽ നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം നൽകി നമ്മുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ രാജ്യവും പുരോഗതിയും നമ്മളെ മാക്കി. 2 കാര്യങ്ങളാണ്. ഒന്നേ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി രക്തം ചൊരിഞ്ഞെന്ന്, അത് വളരെ ഗൗരവമായ കാര്യമാണ്. രണ്ടാമതേ നമ്മളെ ആരാധനയുടെ മധ്യസ്ഥരാക്കിയെന്ന ലോകത്തിന് വേണ്ടി, അതാ പുരോഹിത ഗണമെന്ന് പറയും. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. എന്താ അതിൻ്റെ അർത്ഥം? അന്ത്യത്തിൽ ഈശോ കടന്നു വരും. വാനമേഘങ്ങൾ പ്രതാപവാനായി ബേദലങ്ങൾ വന്ന പോലെ അല്ല, അങ്ങനെ കടന്നു വരും. അങ്ങനെ കടന്നു വരാൻ കുത്തി മരുവേൽപ്പിച്ചവർ അവനെ നോക്കും എന്നാണ് പറയുന്നത്. കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ടല്ലോ. കുത്തി മരുവേൽപ്പിച്ചെന്ന് പറഞ്ഞ് അക്ഷരാർത്ഥം നടന്ന ആരാണ്? യഹൂദന്മാരെ ചെയ്തത്. എത്രയോ യഹൂദന്മാർ നേരിട്ട് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവസാനം ഇതെല്ലാം കൂടെ വരുമെന്നാണ് അതിൻ്റെ സൂചന എന്ന് പറയും. അപ്പോൾ അതൊരു സക്രിയ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കും എന്നാണ്. അപ്പോൾ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ഇപ്പം മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കാൻ എങ്ങോട്ട് പോകണമെന്നുള്ളത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ വെളിപാടിൻ്റെ പുസ്തകം സംഭവിക്കുന്നത് ഇത് എഫേസസ് എന്ന് പറയുന്നത് തുർക്കിയ കേട്ടോ, ഇന്നത്തെ തുർക്കിയ. ഈ ഏഷ്യയിലെ സഭ എന്നൊക്കെ പറയാം. അന്നത്തെ ആ ഏഷ്യ എന്ന് വേദോസ് പറയുമ്പോൾ അത് തുർക്കിയിലാണ്, ഇന്നത്തെ തുർക്കി തന്നെയാണ്. അവിടെ ഒരിട്ട് ക്രിസ്ത്യാനി പോലും ഇല്ലെന്നുള്ള കാര്യം വേറെ. അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ ഗലാത്യ എന്ന് പറയുന്നത് എവിടെയാണ്? തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാരമായ ഗലാത്യ. ഇന്ത്യ അവിടെ ഇല്ലാണ്ട് വരാൻ കാരണം അവിടെ ഏതെങ്കിലും ഒരു വിഭാഗം കടന്നു കയറിയത് മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ തകർച്ച കൂടിയാണ്. അതിൻ്റെ ആരംഭം തന്നെ ഗലാത്യക്കാർ ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല ലേഖനങ്ങളും അപ്പോസ്തലൻ എഴുതുമ്പോൾ സന്തോഷത്തിന് ആധിക്യത്തിൽ കൃതജ്ഞതയോടെ എഴുതുന്ന ഫിലിപ്പിയാക്കാർ ലേഖനം എഴുതുമ്പോൾ എന്താ, നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സമ്മോഹിക്കുന്നു പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്മയോടെ എഴുതുമ്പോൾ ഗലാത്യക്കാർ കഴിയാതെ കോപിച്ച് അരിശപ്പെട്ട നിങ്ങളെ എത്ര പെട്ടെന്ന് മറ്റു സുവിശേഷത്തിൽ എങ്ങനെ മാറി, ഞാൻ പഠിക്കപ്പെട്ടതിന് വിരുദ്ധമായി ഞാൻ തന്നെയോ മറ്റ് സ്വർഗത്തിൽ മാലാഖയോ എന്ന് പഠിപ്പിച്ചാൽ അവന് ശപിക്കപ്പെട്ടവനാകും. അറം പറ്റിയതുപോലെ ആയില്ലേ അത്. അവിടെ എവിടെയാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത്?
അപ്പസ്തോലൻ അന്നേ പറഞ്ഞതല്ലേ, അവർക്ക് സ്വഭാവത്തിൽ തന്നെ വിശ്വസ്തത ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ടർക്കി എന്ന് പറയുന്ന ദേശത്താണ് 7 സഭകളെന്ന് പറയുന്നത്. അതെന്താ 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയുണ്ട്, 7ൻ്റെ പൂർണ്ണതയാണ് എടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ആയിരുന്നവൻ ഒരുവാനിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ യഹോവയാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ആത്യന്തികമായി പ്രപഞ്ചത്തിൻ്റെ ഉടയവനാണ്. അത് വളരെ കൃത്യമായിട്ടല്ലേ അപ്പസ്തോലൻ കർത്താവിനോട് പറഞ്ഞെന്താ, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ, ജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ടല്ലോ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ, ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന്. അതൊരു നിത്യതയിലാണ്. അപ്പോൾ കാലത്തിൻ്റെ അധിപനെന്ന് പറഞ്ഞാൽ നിത്യതയുടെ ഉടയവനാണ്. അപ്പം നമ്മുടെ ക്ഷണിക ജീവിതം നാം ഓർക്കണം. ഈശോയുടെ ആ ഹൃദയത്തെ കൊണ്ടുവന്ന് എത്തെങ്കിലും അതിന് അർത്ഥമുണ്ടാകും. സപ്താത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ പൂർണ്ണത കടന്നു വരുന്ന പെന്തക്കോസ്തിൽ നമ്മൾ കണ്ടതല്ലേ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന നാവിൻ്റെ രൂപത്തിൽ കൊണ്ട് മരണവും ഉത്ഥാനവുമാണ്. ഇതുതന്നെ വളരെ കൃത്യമായിട്ട് ലേഖനങ്ങളുടെ ഈശോയെ വ്യക്തിത്വം അവതരിപ്പിച്ചിരിക്കുന്നില്ലേ. കൊളോസ്യാക്ക ലേഖനത്തിൻ്റെ 1:15-20 വാക്യങ്ങൾ എടുത്ത് നോക്കുക. ഈശോയെ കേന്ദ്രീകരിച്ചുള്ള മനോഹരമായ വിശ്വാസ പ്രമാണ ഫോർമുലയാണ് അവിടെ. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ് കൊളോസ്യാക്ക ലേഖനത്തിൽ പറയുന്നത്. വളരെ കൃത്യം എല്ലാത്തിൻ്റെയും ആരംഭമാണ്. കോറിന്ത്യക്കാർക്ക് 1:15-20 വാക്യങ്ങൾ പറയുന്ന നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മരണത്തിൽ ദൃശ്യമായ ഒരു മരണത്തെ, അതുകൊണ്ട് അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തോട് നമ്മൾ അതെപ്പോഴാണ് ഐക്യപ്പെടുന്നത്? മാമോദീസായി ഐക്യപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദസ്യരായിരിക്കും. പുനരുത്ഥാനത്തിലും നാം അവരോടൊത്ത് ഐക്യപ്പെട്ടിരിക്കുക. അപ്പം മാമോദിസ സ്വീകരിച്ചവനെ ഈശ്വര മരണത്തിലാണ് പങ്കുചേരുന്നതെങ്കിൽ ഹൃദയത്തിൽ ഒരു വിശ്വാസവും പ്രത്യാശയും വേണം. പുനരുത്ഥാനത്തിലും നമ്മൾ പങ്കുചേരും എന്ന്. അപ്പോൾ അവൻ എൻ്റെ ആദ്യജാതനാണെന്ന് സങ്കീർത്തകൻ 81 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരിൽ അവൻ അത്യുന്നതനായിരിക്കണം. ഇതൊക്കെ മുമ്പോട്ട് പറഞ്ഞു വെച്ച് പോയതാണ്. അപ്പോൾ ആ കുരിശുമരണം എന്ന് പറയുന്ന അനന്തമായ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ്. യേശുവിൻ്റെ രക്തത്താൽ മോചിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് എത്രയോ പ്രാവശ്യം വേദപുസ്തകത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അത് പറയണം. അവിടുന്ന് രക്ഷകനാണ്, രക്ഷിച്ചത് വെറുതെ രക്ഷിച്ചതല്ല, സ്വന്തം രക്തം ചൊരിഞ്ഞ് രക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ ഒരു ചിന്ത വേണ്ടത്. എൻ്റെ ഈശോ എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്, രക്തം ചൊരിഞ്ഞത്. മർക്കോസിൻ്റെ 10:45 വാക്യത്തെ മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാൻ വന്നിരിക്കുന്നു. പറഞ്ഞില്ലേ, കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ രക്തം മോചനദ്രവ്യമായിട്ട് നൽകി. നടപടി പുസ്തകത്തിൻ്റെ 20:25 വാക്യത്തിൽ എന്നാ പറയുന്നത്? കർത്താവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരാണ് നിങ്ങൾ. ആ കോണ്ടക്സ്റ്റ് ഒന്ന് ഓർക്കാൻ എത്ര ഭയങ്കരമാണ്. അപ്പോസ്തലൻ 3 വർഷം എഫെസോസിൽ കിടന്നു, കണ്ണീരോടെ ജോലി ചെയ്തു. എന്നിട്ട് എല്ലാ വീടും കയറി ഇറങ്ങി പ്രസംഗിച്ചു. എന്നാൽ അവസാനം പോകാൻ സമയമായെന്ന് മനസ്സ് പറഞ്ഞു, ഉള്ളിൽ തോൽപ്പിച്ചു. അത് അദ്ദേഹം പറയുന്നത്, എൻ്റെ അന്തരംഗം പറയുന്നു സമയമായി, ഞാൻ പോകുന്നിടത്ത് കാരാഗ്രഹം പീഡനം എന്നെ കാത്തിരിക്കുക. അതുകൊണ്ട് എല്ലാം മിലേത്തൂസിൽ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം നിങ്ങളുടെ കൂടെ നടന്നില്ലേ, കണ്ടില്ലേ ഞാൻ എല്ലാ വീടും കയറി ഇറങ്ങി നടന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിലേക്ക് നിങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട്. കഷ്ടപ്പെട്ട് ഞാൻ വേദനിച്ച് തന്നെ സുവിശേഷം നിങ്ങളെ അറിയിച്ചില്ലേ. ഇനി ഞാൻ പോകാൻ സമയമായിരിക്കും. ഞാൻ പോയി കഴിയുമ്പോൾ എനിക്ക് കാരാഗ്രഹം പീഡനം കാത്തിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ജാഗരൂകരായിരിക്കുവേൻ. കർത്താവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മ നിയോഗിച്ച അച്ചപാലകരാണ് നിങ്ങൾ. ഞാൻ പോയി കഴിയുമ്പോൾ ക്രൂരരായ ചെന്നാക്കൾ കുഞ്ഞാടിൻ്റെ വേഷത്തിൽ വരും. സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ നടപടി പുസ്തകത്തിന് 20:15 വാക്യങ്ങളൊന്നും എടുത്ത് വായിച്ചു നോക്കി. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതല്ലേ അപ്പസ്തോലൻ അവസാന അദ്ദേഹം 28 അധ്യായത്തിൽ അവസാന ഭാഗത്ത് തന്നെ അപ്പസ്തോലിനെ കുറിച്ച് പറയുന്നത്. ഈ അപ്പസ്തോലൻ മരിച്ചതായിട്ട് പറഞ്ഞില്ല. അപ്പസ്തോലൻ മരിച്ചിട്ട് ഈ 10-15 വർഷം കഴിഞ്ഞാണ് ഇത് എഴുതുന്നത്. 66 അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഓസ്തിയ എന്ന് പറയുന്ന പ്രദേശത്ത് വിയ ഓസ്തിയ എന്ന വഴിയിലൂടെ പോയി കഴിയുമ്പം ഇന്ന് സെൻറ്റ് പോൾസ് ബസിലിക്ക ഇരിക്കുന്ന സ്ഥലത്ത് അത് കഴുത്തറക്കപ്പെട്ട് വധിക്കുക ചെയ്തേ. അത് 66 നടന്ന് ഇത് എഴുതുന്നതിന് ശേഷമാണ്. എന്നിട്ട് NDA ആയി എഴുതിയ ആൾ അപ്പസ്തോലൻ 8ാമത്തെ വയസ്സിൽ ഇന്നടത്ത് വെച്ച് വധിക്കപ്പെടുന്നു എഴുതാൻ ഞാൻ എഴുതിയില്ല.
എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ സുധീരം സധൈര്യം സുവിശേഷം നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നടപടി പുസ്തകം അവസാനിക്കും. അപ്പം നോക്കിയാൽ അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. സഭയിലൂടെ ശ്ലീഹ പ്രസംഗിച്ചു കൊണ്ടിരിക്കും. നടപടി പുസ്തകത്തിനെ പോലെ തന്നെ വീണ്ടും നമ്മൾ റോമാക്കാർക്ക് 5-9 വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് തീർച്ച. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് ദൈവപിതാവിൻ്റെ ക്രോധത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. എഫെസ്യർ 1:7 എന്താ പറയുന്നത്? കൃപയുടെ സമൃദ്ധിക്കൊത്ത ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കും. നമ്മളെന്നും പറയുന്നില്ലേ കൃപയെന്ന് പറയുന്നത്? കൃപയുടെ ഫലമാണ് ഈ സമാധാനം. ആ കൃപ എവിടുന്ന് വന്നതാ? ഈശോയുടെ മരണോത്ഥാനത്തിൽ വന്നതാ. അതിൻ്റെ സമൃദ്ധിക്കൊപ്പം നമുക്ക് പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നു. ഹെബ്രായക്കാരുടെ ലേഖനത്തിൽ പറഞ്ഞു കേട്ടില്ലേ, ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്തരംഗങ്ങളെ വിശുദ്ധീകരിക്കുന്നു എന്ന്. ജീവിക്കുന്ന ആ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന, അതുകൊണ്ട് യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ 1 ലേഖനത്തിൻ്റെ 1:7 പറയും. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ പ്രതീകം ഓർമ്മയുണ്ടല്ലോ. എന്താ കുഞ്ഞാട്? അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട്. എന്തൊരു പ്രതീകമാണ്! വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട്. അതങ്ങനെ നിൽക്കുന്ന, അറക്കപ്പെട്ട് കഴിയുമ്പം അതാണ് മരണവും ഉത്ഥാനവും ഒരുപോലെ അവതരിപ്പിക്കുന്ന പ്രതീകമാണ് അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരാക്കി തീർത്തു? ദൈവരാജ്യത്തിന് അകമാത്രം ദൈവരാജ്യത്തിന് പുരോഹിത ഗണമാക്കി മാറ്റി. അത് പത്രോസിൻ്റെ 1 ലേഖനത്തിൻ്റെ 2-9 വാക്യത്തിൽ പറയുന്നുണ്ട്, രാജകീയ പുരോഹിത ഗണമാണ് നിങ്ങൾ ഈശോയുടെ രക്തം വഴി. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ട മഹത്വമാണ്, അജയ്യമാണ് ദൈവത്തിൻ്റെ പുത്രൻ്റെ അധികാരം. അതിൻ്റെ രത്നച്ചുരുക്കം എന്താണ്? വെളിപാട് പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കമാണ് 7-8 അധ്യായങ്ങൾ. അതായത് ഈശോ രണ്ടാമത് വരും, മഹത്വത്തോടെ വരും. ആ വരവ് എന്തൊരു വരവാണ്! ആ പ്രധാന പുരോഹിതൻ എന്നതാ പറഞ്ഞത്? വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്നത് ശക്തിയുടെ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുന്നത് നിങ്ങൾ കാണുമെന്നാണ് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മഹത്വം ഇപ്പം ദാനിയേൽ പ്രവാചകൻ മുൻകൂട്ടിയെ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ 7:27 കൃത്യമായിട്ട് പറഞ്ഞിട്ട് മിശിഹായെക്കുറിച്ച് പ്രവചനമാണത്. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയുടെ വാനമേഘത്ത് ഉപവിഷ്ടനാകുന്നത് നിങ്ങൾ കാണും എന്ന് എത്ര കൃത്യമാണ് മത്തായി 26:64 പറയുന്നു. വളരെ കൃത്യമായിട്ട്. അപ്പം വിചാരണയുടെ വേളയിലാണ് ഈശോയെ വിചാരണ ചെയ്യുന്നത്. എന്തായിരുന്നു കുറ്റകൃത്യങ്ങൾ? 2 കുറ്റങ്ങളാണ്. ഒന്ന് റിലീജിയസ്, മറ്റേത് സിവിൽ. റിലീജിയസ് എന്തായിരുന്നു? ദൈവപുത്രനാണെന്ന് ഇവൻ പറഞ്ഞു. അപ്പോഴാണ് ചോദ്യം, നീ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനാകുന്നുവോ? മറുപടി എന്നാ? ആകുന്നു എന്ന് മാത്രമല്ല, മനുഷ്യപുത്രൻ ശക്തിയുടെ വാനമേഘം കടന്നു വരുന്നത് നിങ്ങൾ കാണും എന്നും പറയും. നോക്കണേ, ആ വിചാരണ തന്നെ വെളിപ്പെടുന്നില്ല ഈശോയുടെ വ്യക്തിത്വത്തെ. അപ്പോൾ അതുകൊണ്ട് കർത്താവിനുള്ള ബന്ധം ഈശോയുടെ തിരുവിലാവിൽ കുത്തിപ്പിളർന്നതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? കുത്തിപ്പിളർന്നവരും ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും ഈശോയുടെ രണ്ടാമത്തെ വരവിൽ കർത്താവിലേക്ക് നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് എല്ലാ ശക്തികളെ അധിപനായിരിക്കും. വെളിപാടിൻ്റെ 22:13 സർവശക്തൻ, പാംബോക്രത്തോൺ എന്ന ഗ്രീക്ക് വാക്കാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം. ജീവദായകമാണ്, അത് പ്രത്യാശയും സന്തോഷം നൽകുന്നു. ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാട് കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നാട് നടക്കപ്പെട്ട, തടവിലാക്കപ്പെട്ട യോഹന്നാൻ ലഭിക്കിയ വെളിപാട് നമ്മുടെ ജീവിതത്തിന് അർത്ഥം വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ പീഡാനുഭവ മരണങ്ങളിലൂടെ നമ്മൾ രക്ഷപ്പെടുത്തിയ കർത്താവ് ഉള്ളിടത്തോളം കാലം ഒന്നിനെയും ഭയപ്പെടേണ്ട. സുവിശേഷത്തിലേക്ക് കടക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം 21-30 വരെ വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പൊതുവെ ചുരുക്കത്തിലങ്ങ് പറയാം, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ കൃത്യം അവരെ പഠിപ്പിക്കുക. അതായത് ദൈവത്തിൻ്റെ പുത്രനാണ് ഞാനെന്നും യഹൂദന്മാരുടെ കുറേ പേർ വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ചിന്തന അവസാനിപ്പിക്കാം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും. യഹൂദരോടാണ് പോകുന്നു, നിങ്ങളെന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നതേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. ഞാൻ പോകുന്നു. അപ്പോൾ കർത്താവിനെ സ്വീകരിച്ചില്ല അവർ. കർത്താവാകുന്ന ജീവനാ. ഈശോയെ സ്വീകരിച്ച ജീവൻ കിട്ടും, സ്വീകരിക്കുന്നില്ലെങ്കിൽ മരിക്കും. അതാ പറഞ്ഞത്, ഒരു ആത്മീയ മരണമാണ്. അതുകൊണ്ട് അവരെന്നാ പറഞ്ഞാൽ, ഇയാൾ എന്നെ ആത്മഹത്യ ചെയ്യാൻ പോവാണോ? ആണ് ചോദിച്ചു അന്നേരം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നല്ലോ.
അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്നാ ചിന്തിച്ചു. ആലോചിച്ച് നോക്കിയും പരിശുദ്ധാത്മാവിന് സഹായമില്ലാതെ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല. ഇവിടെ തന്നെ ഓർക്കണം, കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്ന സംസാരം കേട്ടില്ലേ, പിഴയ്ക്ക് പറ്റവനാണ്, വ്യഭിചാരം ചെയ്ത് വന്നതാണ്, മറ്റേത് മരിച്ചതെന്നൊക്കെ പറയുന്നവർ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരിതൊന്നും പറയാൻ പറ്റില്ല. ഈ രഹസ്യങ്ങളൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റില്ല. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും, നിന്നിൽ നിന്ന് പിറക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കും. അറിയാൻ പാടില്ലേ, പാപപരിഹാരമായിട്ട് വന്നവൻ മനുഷ്യൻ്റെ ഇടപെടലിലൂടെ ജനിച്ചാൽ ആദ്യത്തുള്ള പാപത്തിൻ്റെ പങ്ക് അവനിലും ഇരിക്കില്ലേ? അതിലേ പോലെ കൃത്യമായിട്ട് ഈശോയുടെ ജനനത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അവനിലിരിക്കില്ലേ? അങ്ങനെ സാധാരണഗതിയിൽ ജനിച്ചാൽ തീർച്ചയായിട്ടും ആ അപ്പനിൽ നിലനിൽക്കുന്ന ആദത്തിൻ്റെ പാപത്തിൻ്റെ പങ്ക് അവിടെ ഇരിക്കില്ലേ? അത് വേണ്ടാന്ന്, ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ അത്യുന്നതൻ്റെ ശക്തി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കും എന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ യഹൂദർ പറഞ്ഞു. അപ്പം അതിന് ശേഷം എന്നാ പറയുന്നത്? ഈശോ പറയാം, അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഞാൻ ഈ ലോകത്തിൻ്റെ, അത് ഈശോ അവസാനം പറഞ്ഞില്ലേ. പീലാത്തോസ് എന്നാ പറഞ്ഞേ, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ ഐഹികമല്ലെന്ന്. അതുകൊണ്ടാണ് എന്നെ ആ സമയത്ത് കൃത്യമായിട്ട് സംരക്ഷിക്കാൻ എനിക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷേ എന്നെ സംരക്ഷിക്കാൻ ആളുകൾ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ രാജ്യം ഐഹികം അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ് എന്നും ചോദ്യമാണ്. ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, വെറുതെ ചോദിക്കുക. ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയും. എനിക്ക് ഇനി നിങ്ങളോട് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നിട്ട് പറയാം, എന്നെ അയച്ചവൻ സത്യവാനം, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേട്ട ഞാൻ അത് ലോകത്തോട് പറയുന്നു. പിതാവിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെ എന്ന്, ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാകും. ഉയർത്തി കഴിയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. എന്താ? ആ കുരിശിൽ ഉയർത്തുന്നത് ഒന്ന്, രണ്ടാമത്തത് എന്താണ്? പുനരുത്ഥാനം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഞാൻ എന്ന കാര്യം. അപ്പോൾ ഉത്ഥാനം കഴിഞ്ഞ് ഈശോ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരാകുമെന്ന് ഈശോ ചോദിച്ചായിരുന്നു ശിഷ്യന്മാരോട്. ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ സ്നാപക യോഹന്നാണ്, നീ ഏലിയാണെന്ന് പറയാം. അപ്പോൾ ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ആരാകുന്നു നിങ്ങൾ പറയുന്നത്. അപ്പം തന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. ഉടനെ കർത്താവരോട് പറഞ്ഞാൽ, ഇത് നിനക്കിപ്പം വെളിപ്പെടുത്താൻ സമയമായില്ലഞ്ഞു. ഇപ്പം വെളിപ്പെടുത്തിയത് എന്നാണ്? സ്വർഗത്തിലെ പിതാവാം, ജഡവും രക്തവുമല്ല എന്ന് പറഞ്ഞ് കർത്താവ്. അപ്പം സ്വർഗത്തിലെ പിതാവ് പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നത് എപ്പോഴാണ്? പുനരുത്ഥാനത്തിലാണ്. എന്നെ അയച്ചോ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ അവന് വിശ്വസിച്ചു എന്ന് പറയുന്നതാണ് സുവിശേഷ ഭാഗം. അപ്പോൾ നമുക്ക് വേണ്ട ഇതിൻ്റെ അകത്ത് കൺക്ലൂഷൻ എന്നാ, നമ്മളെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വചനം വിളിക്കുക. ഐദർ ഫോർ ജീസസ് ഓർ അഗൈൻസ്റ്റ് ഹിം. അതാണ് തിരഞ്ഞെടുക്കേണ്ട കാര്യം. അത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്താൽ നമ്മൾ ജീവൻ പ്രാപിക്കും. അല്ല, അത് തിരഞ്ഞെടുക്കാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ നമ്മൾ മരിക്കും. അതാ കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പാപം അത് നമ്മിൽ അകറ്റിക്കളയുന്നതാണ് ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. അത് ആ വിശ്വാസം എന്നതാണ്, വിശ്വാസരാഹിത്യം എന്നതാണ് വാസ്തവത്തിൽ പാപം. മറ്റ് പാപങ്ങളെല്ലാം ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഫണ്ടമെൻ്റൽ ഓപ്ഷൻ എന്നൊക്കെ മൊറാലിറ്റി പറയും. ഈ വിശ്വാസം എന്ന് പറയുന്ന അത് നഷ്ടപ്പെട്ടു പോയാൽ അതാണ് പാപം. വിശ്വാസരാഹിത്യത്തിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ ആ പാപങ്ങളാണ്. അപ്പോൾ വിശ്വാസമാണല്ലോ അടിസ്ഥാന സംഗതി നാം മനസ്സിലാക്കണം. അപ്പോൾ അല്ലാത്തവന് ആത്മീയ മരണം സംഭവിക്കും. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാതെയൊന്നുമില്ല. അതുകൊണ്ട് അവസ്ഥ എന്താണ് പ്രധാനപ്പെട്ടത്? വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റു പാവങ്ങളൊക്കെ വിശ്വാസമില്ലായ്മയിൽ വരുന്നതാണ്. അപ്പോൾ ജീവൻ ലഭിക്കാൻ വേണ്ടി പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, പുത്രനെ അനുസരിക്കാത്തവന് ജീവൻ ലഭിക്കുകയില്ല എന്ന് യോഹന്നാൻ 3:35 പറയുന്നു. നമുക്കിത് മനസ്സിലാക്കാനുള്ള സിമ്പിൾ ലോജിക്കാതെ, വെറും സിമ്പിൾ ലോജിക്. ഈശോ ജീവനാണ്. ഈശോയെ സ്വീകരിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിപ്പിച്ചില്ലേ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകളാണ്, ഞാൻ സ്വർഗത്തിനുള്ള ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും. ഇത് പണ്ട് പൂർവ്വപിതാക്കന്മാർ ഭക്ഷിച്ച് മന്ന പോലെ അല്ല,
ഈ അപ്പം പക്ഷേ നിത്യം ജീവിക്കും, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാ എന്നൊക്കെ പറഞ്ഞാൽ അവൾ കൃത്യമായി കർത്താവ് നേരിട്ടങ്ങ് പറഞ്ഞതില്ലേ. അപ്പോൾ അതില്ലാണ്ട് വന്നു കഴിയുമ്പോൾ ആത്മീയ മരണമാണ്. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അപ്പോൾ അത് വെളിപാടിൻ്റെ പൂർണ്ണതയാണ് ഈശോ. അപ്പോൾ ഈ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കർത്താവിൽ വിശ്വസിച്ചു എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ, ഞാൻ ആകുന്നവനാകും, ഏഗോ എയ്മി എന്നാണ് പറയുക. ഏഗോ എയ്മി, ഞാൻ ആകുന്നവനാകും. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനാണ് അസ്തിത്വം, ഞാൻ അസ്തിത്വം നൽകിയവൻ. അതുകൊണ്ട് കുരിശും ഉത്ഥാനവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അപ്പം മരണം കണ്ടപ്പോൾ അതല്ലേ വിളിച്ചു പറയും ശതാധിപൻ കുരിഞ്ഞുകൂട്ടിയൊന്നുമില്ലേ. കൊണ്ടുമ്പോൾ ഒരു ഇസ്രായേൽക്കാരനൊന്നുമല്ല ആ മനുഷ്യൻ. അദ്ദേഹം വെറും പട്ടാളക്കാരൻ്റെ തലവനാ, ശതാധിപനാ. അദ്ദേഹം ഇത് കണ്ട് നോക്കിയിരുന്നു. അദ്ദേഹത്തിന് മുൻവിധിയൊന്നുമില്ല, യഹൂദന്മാരെ ആ മുൻവിധിയൊന്നുമില്ല. നോക്കിയിട്ട് ഉടനെ പറയുക, അയ്യോ സത്യമായി ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. മർക്കോസ് 15:39. സത്യമായും ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. മരണം കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ ഉത്ഥാനം തന്നെയാണ് ദൈവപുത്രനാണ് എന്നുള്ളതിൻ്റെ തെളിവ്. അതുകൊണ്ട് ആ സ്നേഹമാണ് എൻ്റെ അടയാളം, അതാണ് എൻ്റെ പരമകാഷ്ടം. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൂടെ എപ്പോഴായിരിക്കാം. അതെവിടെ തുടങ്ങിയതാ? ആദ്യം നീ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചു, കൂടെ ആയിരിക്കാൻ അന്വേഷിച്ചു. അപ്പോൾ തെറ്റ് ചെയ്തു, അപ്പോൾ പുറത്താക്കപ്പെട്ടു. ആ പറ്റി തെറ്റ് തിരുത്തപ്പെട്ടു. ഇവിടെ കൂടെ ആയിരിക്കുന്ന ഈശ്വര മരണോത്ഥാനത്തിലൂടെ. അതുകൊണ്ട് ആദ്യത്തെ നമ്മുടെ ധനഹായുടെ ഞായറാഴ്ച, 2ാം ഞായറാഴ്ച എന്ന് പറയുന്ന ആ ദിനത്തിൻ്റെ എല്ലാ മംഗളവും ആശംസിക്കുന്നു. കർത്താവ് ഈശോയുടെ കൃപയും അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.